ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ട ഈ ഒരു വീഡിയോയുടെ ട്രാൻസിഷൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ജിം റീൽസ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത് ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യണേ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. സോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ക്യാപ് കട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കട്ട്സൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ആക്കി കൊടുക്കുക. ദെൻ ഈ ഒരു സോങ്ങിൻ്റെ ബീറ്റിനനുസരിച്ച് ഈ ഒരു കട്ട്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ഈ ഒരു സോങ്ങിൻ്റെ ഫസ്റ്റത്തെ 10 സെക്കൻഡ് ജസ്റ്റ് ഇങ്ങനെ ഫെയ്ഡ് ആയിട്ട് പോണ ഒരു ട്രാൻസിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ട്രാൻസിഷനാണ് ഫസ്റ്റത്തെ ഒരു 10 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു 3 കട്ട്സിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി കൊടുത്തിട്ട് സ്മൂത്ത് ആക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ദെൻ ഈ ഒരു ട്രാൻസിഷൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫെയ്ഡ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസിഷൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു കട്ട്സിലൊക്കെ നമുക്കൊരു കർവ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഫസ്റ്റത്തെ കട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കർവ് ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വന്ന് പിന്നെ സ്ലോ ആവണേ ഈ ഒരു കർവ്. ഓക്കെ, ഇതെല്ലാത്തിലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ എൻഡിലും നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയി വന്നിട്ട് സ്ലോ ആവണേ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കട്ട്സിൽ എന്തിനാ അങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ സ്ലോമോ ആയിട്ട് വന്നിട്ട് പിന്നെ ജസ്റ്റ് ഫാസ്റ്റ് ആവണതാണ്. അപ്പോൾ ഓരോ ബീറ്റിനനുസരിച്ചും ആ ഒരു ഫാസ്റ്റിൽ നിന്ന് സ്ലോ ആവണ ആ ഒരു കർവ് ആഡ് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ബീറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ട്രാൻസിഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ട്രാൻസിഷനാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷേക്ക്. ഓക്കെ, ഈ ഒരു ഷേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ ആ ഒരു ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്ത് ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ ബ്ലറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ബ്ലർ എന്ന് പറഞ്ഞ് കാണും. സോ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കൊരു ബ്ലർ ഇവിടെ കിട്ടും. ദെൻ നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ എഫക്റ്റ് സെക്ഷനിൽ പോവുക. ഓക്കെ, എഫക്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സെർച്ചിൽ ബ്ലർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അടിയിലായിട്ട് വെർട്ടിക്കൽ ബ്ലർ എന്ന് കാണാം. സോ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അത്യാവശ്യം കുറച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓളാക്കി കൊടുക്കുക. ശേഷം നമുക്കതൊരു 3 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബ്ലർ അത്യാവശ്യം കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷെയ്ക്ക് ആഡ് ചെയ്യണം. സോ നമുക്ക് എഫക്റ്റിൽ പോവുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഷെയ്ക്ക് എന്ന് പറഞ്ഞ് കാണും. സോ ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ബ്ലർ ആഡ് ചെയ്ത ആ ഒരു ഡ്യൂറേഷൻ തന്നെ ഇതിനും സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനു മുമ്പ് ഒബ്ജക്റ്റിൽ പോയിട്ട് ഓളാക്കി കൊടുക്കണം. ഓക്കെ, ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതും നമുക്കൊരു 3 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ശേഷം നമുക്ക് ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ആ ഒരു എഫക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു കട്ട്സിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് അതിൻ്റെ സ്പീഡ് ഫുള്ളാക്കിയിട്ട് ഇൻറ്റൻസിറ്റി അതിൻ്റെ 7 അല്ലെങ്കിൽ 10 ആക്കി കൊടുക്കാം. ഞാനിവിടെ 7 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ഷെയ്ക്കായിട്ട് വന്നിട്ട് ചെറുതായ ഒരു ജെർക്കിങ് പോലെ നമ്മുടെ വീഡിയോ നിൽക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ആനിമേഷനിൽ പോവുക. ആനിമേഷനിൽ പോയിട്ട് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒരു 2 സെക്കൻഡൊക്കെ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഷെയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സൂമിങ് ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് സൂമായിട്ട് വന്നിട്ട് പിന്നെ ബാക്കോട്ട് പോയിട്ട് പിന്നെ സൂം ആവണേ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡിങ്ങിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് ഈ ഒരു സൂമിങ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രാഫിൽ വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രാഫ് അതേപോലെ തന്നെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മേലോട്ട് കൊണ്ടുപോയി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ദെൻ വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിയിക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ബാക്കോട്ട് വരുന്ന ആ ഒരു ആനിമേഷൻ പോലെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മേലോട്ട് കൊണ്ടുവരാം. ആ ഒരു മൂന്നാമത്തെ ലൈനിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവയ്ക്കുക. ശേഷം നമുക്ക് കുറച്ച് നീക്കിയിട്ട് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തിട്ട്
ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് കൊണ്ടുവരാം. അടിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു സെക്കൻഡ് കിടക്കണ ഒരു ലൈനിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവയ്ക്കുക. ശേഷം വീണ്ടും ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് ആ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ബാക്കിലോട്ട് വന്നിട്ട് പിന്നെയും സൂം ആവണ ഒരു ആനിമേഷൻ ഇവിടെ കിട്ടും. ഓക്കെ, ഏതാണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ഇതേപോലെ തന്നെ നിങ്ങളുടെ ഒരു വീഡിയോസിൽ സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആ ഒരു സൂമിങ് കിട്ടും. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന ആ ഒരു എഫക്റ്റ് കിട്ടും. ദെൻ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ കട്ട്സിലും കൂടെ ആ ഒരു ട്രാൻസിഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ആ ഒരു ട്രാൻസിഷൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പുള്ളിനെന്ന് പറയണ ഈ ഒരു ട്രാൻസിഷൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഫ്ലിക്കറിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവണ ഒരു എഫക്റ്റാണ് വേണ്ടത്. സോ അത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല, ഇപ്പോൾ പ്രോ ഫീച്ചേഴ്സ് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റിൽ ചെന്നിട്ട് ഈ ഒരു സാറ്റുറേഷനിൽ പോവാം. ദെൻ നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് അങ്ങനെ അടുപ്പിച്ച് കുറച്ച് കീ ഫ്രെയിമുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മൈനസ് ആക്കി കൊടുക്കുക. സാറ്റുറേഷൻ മൈനസ് ആക്കി കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. സോ അതങ്ങനെ ഇടയിൽ ജസ്റ്റ് ഒന്ന് മൈനസ് ആക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലിക്കറിങ് ആയിട്ടുള്ള ആ ഒരു ഫീൽ കിട്ടും. സോ അത് നിങ്ങളുടെ വീഡിയോസിൽ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് കൊടുത്തു വയ്ക്കുക. ഓക്കെ, ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ മാത്രം കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എഫക്റ്റാണ് നെക്സ്റ്റ് ക്ലിപ്പിൽ വേണ്ടത്. സോ അപ്പോൾ നെക്സ്റ്റ് ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് എൻഡിങ്ങിൽ ജസ്റ്റ് ഒന്ന് അത് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫ് അതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്ലിപ്പിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ദെൻ കുറച്ച് നീക്കിയിട്ട് ഒരു സെൻട്രലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ആയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുക. അത് ജസ്റ്റ് സ്മൂത്ത് ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇവിടെ വെക്കുന്നത്. ദെൻ കുറച്ച് റൈറ്റിലേക്ക് പോയിട്ട് ഇവിടെ ആയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആയിട്ട് സൂമായിട്ട് വന്നിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് പോയിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ഈ ഒരു 2 കട്ട്സിലും ജസ്റ്റ് ഒരു ആനിമേഷൻ കൊടുത്തു വയ്ക്കുക. ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ആനിമേഷൻ രണ്ടിലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേക്ക് ഇവിടെ രണ്ടിലും കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്കൊക്കെ എഫക്റ്റുകൾ ആഡ് ചെയ്യണം. സോ നമ്മൾ ആദ്യം ആഡ് ചെയ്ത എഫക്റ്റൊക്കെ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്താൽ മതി. സോ അതിനായി നമ്മുടെ ആദ്യത്തെ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എഫക്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എഫക്റ്റുകൾ കാണാം. സോ അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പം ചെയ്ത ഒരു ക്ലിപ്പിൻ്റെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം. ഓക്കെ, ദെൻ എന്നിട്ട് അതും നമുക്കൊരു 3 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. 3 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റത്തെ കട്ട്സിലും നമുക്ക് ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണേ. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ആദ്യം ആഡ് ചെയ്ത ഒരു ഷെയ്ക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആവുള്ളൂ. സോ അതിനെ ആദ്യം ആഡ് ചെയ്ത ഒരു ഷെയ്ക്ക് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് ക്ലിപ്പും സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു 2 ക്ലിപ്സിലും ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ അതിനായി ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ അപ്പുറത്തെ കട്ട്സിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെക്കുക. അതൊരു 3 വട്ടം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം മൂന്നാമത്തെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത് തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുക. ദെൻ അത് 2 വട്ടം ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു എഫക്റ്റിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു വൈറ്റ് ഫ്ലാഷ് വരുന്നത്. സോ ആ ഒരു വൈറ്റ് ഫ്ലാഷ് നമ്മുടെ ഈ ഒരു വീഡിയോസിൽ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. സോ അതിനെ നമുക്ക് ഈ ഒരു ഓവർലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഈ ഒരു വൈറ്റ് ഓവറിൽ ഇതിലേക്ക് ആഡ് ആക്കിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്പ്ലിറ്റിൽ പോയിട്ട് ഓവറിലാക്കി കൊടുക്കുക. ദെൻ നമുക്ക് എൻഡിലും സ്റ്റാർട്ടിങ്ങിലും ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് വീണ്ടും സ്പ്ലിറ്റിൽ പോവുക. എന്നിട്ട് ആ ഒരു ഓവറിൽ ജസ്റ്റ് ഒന്ന് എൻഡിൽ കുറച്ച് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ 100, എൻഡിങ്ങിൽ 0. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാഷ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫ്ലാഷ് അപ്പുറത്തെ ക്ലിപ്സിലൊക്കെ കൊണ്ടുപോയി വെക്കാം. അതിനെ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എന്നിട്ട് ആ ഒരു സെക്കൻഡ് കാണുന്ന ആ ഒരു അപ്പുറത്തെ 2 ക്ലിപ്സിലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു സൂമിങ് എഫക്റ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ആദ്യം ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ജസ്റ്റ് ഞാൻ ഫാസ്റ്റിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത എല്ലാ എഫക്റ്റും ലാസ്റ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റത്തെ ക്ലിപ്പും അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രാൻസിഷൻ്റെ പരിപാടി അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ള, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഗോസ്റ്റ് എഫക്റ്റ്. ഓക്കെ, ഈ ഒരു ഗോസ്റ്റ് എഫക്റ്റ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇത് വളരെ ഈസിയാണ്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു കട്ട്സിൽ ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കട്ട്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ആ ഒരു കട്ട്സ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ശേഷം അത് ജസ്റ്റ് ഒന്ന് ഓവർലേ ആക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ എവിടെയായിരിക്കും ആ ഒരു ഗോസ്റ്റ് എഫക്റ്റ് വേണ്ടതെന്നൊരു ഐഡിയ വേണം. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യണത് എപ്പോഴാണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഷെയ്ക്ക് വന്ന് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു ഗോസ്റ്റ് എഫക്റ്റ് വരാം. സോ ഇപ്പോൾ എനിക്കിത് ഇവിടെ സ്റ്റാർട്ടിങ്ങിലായിട്ടാണ് ആ ഒരു ഗോസ്റ്റ് എഫക്റ്റ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ആഡ് ചെയ്ത ഒരു ഓവർലിയുടെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. സോ അതിനായിട്ട് BG റിമൂവ് കൊടുത്ത് അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡ്യൂറേഷനൊക്കെ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് നീക്കിയിട്ട് നിങ്ങൾക്ക് എവിടം വരെയാണോ ഒരു ഗോസ്റ്റ് എഫക്റ്റ് വേണ്ടത് അവിടം വെച്ച് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഈ ഒരു രീതിയിൽ ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് അതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം ഫാസ്റ്റിൽ വരുന്ന ഈ ഒരു ഗ്രാഫ് തന്നെ ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ബാക്ക് അടിച്ചിട്ട് അതിൻ്റെ സ്പ്ലിറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് ഈ ഒരു എൻഡിങ്ങിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇത് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗോസ്റ്റ് എഫക്റ്റ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗോസ്റ്റ് എഫക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാക്കണം. സോ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റിൽ പോവുക, സാറ്റുറേഷൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. ഇനി അത്യാവശ്യം അത് ഒരു നല്ല രീതിയിൽ കളർ ആവാൻ വേണ്ടി ജസ്റ്റ് കോൺട്രാസ്റ്റിൽ പോയിട്ട് കോൺട്രാസ്റ്റ് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളർ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗോസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിൽ എവിടെയൊക്കെയാണ് ഈ ഗോസ്റ്റ് എഫക്റ്റ് വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഇത് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ അതിലെന്താ നോക്കണമെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ കളർ ഗ്രേഡിംഗ് ആണ്. സോ ഈ ഒരു ജിമ്മ് റീൽസിൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന ഈ ഒരു ഡാർക്കായിട്ടുള്ള ഈ ഒരു കളർ ഗ്രേഡിങ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയും എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.